ഹലോ ഡിയേഴ്സ്, നമുക്കിന്നൊരു കേക്കും അതിൻ്റെ സെറ്റിങ്ങും ഒക്കെ കാണാം കേട്ടോ. ഒരു സ്പെഷ്യൽ കേക്കാണ്. നമ്മൾ ഒരു സ്പേസറൊക്കെ വെച്ചിട്ട് ചെയ്യുന്ന കേക്കാണ് കേട്ടോ. 1-2 വട്ടം ഞാൻ സ്പേസർ കേക്ക് ചെയ്തപ്പോഴേക്കും കുറച്ച് പേഴ്സണൽ മെസ്സേജുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം കുറേ പേരൊന്നും സ്പേസർ കണ്ടിട്ട് പോലും ഇല്ലയെന്ന്. അപ്പോൾ ഞാനും ഈ സ്പേസർ കാണാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമേ ആയിട്ടുള്ളൂ. അപ്പോൾ പിന്നെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ട് ഒരു ലോങ് വീഡിയോ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരുപാട് ലോങ്ങൊന്നും ഇല്ല കേട്ടോ. നമ്മളുടെ ഈ ഒരു കേക്കിൻ്റെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മളെപ്പോഴും പറയുന്ന കാര്യമാണെങ്കിലും നമ്മളുടെ കേക്കിൻ്റെ ആ ഒരു ടിൻ സൈസ് എല്ലാവരും ചോദിക്കുന്നതാണ് കേട്ടോ. എപ്പോഴും ഞാൻ മിക്കപ്പോഴും ചെയ്യുന്നതെന്ന് വെച്ചാൽ താഴെ ഒരു 8 ഇഞ്ച് എടുക്കും, ടോപ്പിൽ 5 ഇഞ്ച് എടുക്കും. അതാകുമ്പോഴേക്കും നമുക്ക് അത്യാവശ്യം നല്ലൊരു ഹൈറ്റുള്ള, അതായത് നമ്മൾ കൂടുതലും താഴെയല്ല മേളിലാണ് നമ്മൾ കൂടുതൽ ഹൈറ്റ് എടുക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ 2 kg ബാറ്ററി എടുത്തിട്ട് 8-നും 5-ലുമായിട്ട് ഒഴിച്ചിട്ട് സെറ്റാക്കി അങ്ങോട്ട് എടുക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് താഴെ നമ്മൾ 3 ലെയർ അല്ലെങ്കിൽ 4 ലെയർ കട്ട് ചെയ്യാൻ നമുക്ക് കിട്ടുന്നത് പോലെ ഒരു 8 ഇഞ്ചിൻ്റെ ഒരു മോൾഡിലാണ് ഞാൻ ഈ ഒരു ബാറ്റർ ഒഴിക്കുന്നത് കേട്ടോ. പിന്നെ ടോപ്പിൽ നമുക്കൊരു 5 ലെയർ കിട്ടും. അങ്ങനെയാണ് നമ്മൾ കേക്കിൻ്റെ ആ ഒരു ബാറ്റർ ഡിവൈഡ് ചെയ്ത് ഒഴിക്കുന്നത്. പിന്നെ ബാറ്റർ ചിലപ്പോൾ ഒരു എഗ്ഗ് വലുതാണെങ്കിൽ നമുക്ക് താഴെയും ചിലപ്പോൾ 4 ലെയർ കിട്ടും, അല്ലെങ്കിൽ നല്ല കട്ടിയുള്ള 3 ലെയേഴ്സ് കിട്ടും. അങ്ങനെ സെറ്റാകും കേട്ടോ. പിന്നെ ഈ ഒരു സ്ട്രോ കുത്തി കൊടുക്കുന്നത് ഞാൻ തന്നെ ഈ ഒരു ചാനലിൽ എത്ര വട്ടം പറഞ്ഞു എന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. പക്ഷെ ഒരുപാട് പേര് പിന്നെയും ചോദിക്കുന്നുണ്ട് കേട്ടോ. അതായത് ഒന്നും കൂടെ വ്യക്തമായിട്ട് പറയാം, നമ്മൾ ടോപ്പിലത്തെ കേക്കിൻ്റെ ആ ഒരു വെയിറ്റ് താഴത്തെ കേക്കിന് ബാലൻസ് ചെയ്യാൻ ചിലപ്പോൾ പറ്റത്തില്ല. കാരണം നമ്മൾ വിപ്പിംഗ് ക്രീം കേക്കാണല്ലോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പോൾ കേക്ക് താഴേക്ക് ഇങ്ങനെ ഇടിഞ്ഞ് സൈഡൊക്കെ ബൾജ് ചെയ്ത് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു ടോപ്പിലത്തെ കേക്കിൻ്റെ വെയിറ്റ് ബാലൻസ് ചെയ്യാനാണ് നമ്മൾ ആ ഒരു 4 പില്ലർ പോലെ ഇങ്ങനെ സ്ട്രോ കൊടുക്കുന്നത്. സെൻറ്ററിൽ നിന്ന് താഴേക്ക് വയ്ക്കുന്നതെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ട്രാവൽ ചെയ്യുമ്പോഴേക്കും ഇതിങ്ങനെ തെന്നി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മളുടെ എല്ലാ ഐറ്റംസും സെറ്റ് ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ. നമ്മളുടെ വീട്ടിൽ നിന്ന് ഒരു അരമണിക്കൂർ അത്രയും ദൂരമേ ഉള്ളൂ ഈ സ്ഥലത്തേക്ക്. അപ്പോൾ നമ്മൾ വന്നിട്ട് ആദ്യം നമ്മളുടെ ഡെസേർട്ട് ഐറ്റംസ് എല്ലാം ടേബിളിൽ അറേഞ്ച് ചെയ്ത് വയ്ക്കുവാണ്. എന്നിട്ടാണ് നമ്മൾ കേക്ക് വയ്ക്കുന്നത് കേട്ടോ. പണ്ട് ഞാൻ മിക്കപ്പോഴും കേക്ക് ഫുള്ളായിട്ട് അവിടെ പോയി തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ വീഡിയോ ഒക്കെ എടുക്കാൻ തുടങ്ങിയപ്പോഴാണ് കുറേ കാര്യങ്ങളൊക്കെ വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ തുടങ്ങിയത്. ചിലപ്പോൾ ഫുൾ കേക്കൊക്കെ ഇപ്പോൾ ചെയ്യുന്നുണ്ട് കേട്ടോ വീട്ടിൽ നിന്ന് ഫുള്ളായിട്ട് തന്നെ. അപ്പം നമ്മളുടെ ബോട്ടം പോർഷനിലെ കേക്കിൻ്റെ മേളിലേക്ക് ഒരു ബോർഡ് വെച്ച് കൊടുക്കുന്നതാണ് കേട്ടോ. നമ്മൾ സ്പേസർ കേക്കാണല്ലോ വയ്ക്കുന്നത്. അപ്പം നമുക്ക് ബോർഡ് വയ്ക്കാനുള്ള ഒരു ഇതുണ്ട്, നമുക്ക് അങ്ങനെ വെച്ച് കൊടുത്ത പ്രശ്നമില്ല. നമ്മൾ സ്റ്റാക്ക് ചെയ്യുമ്പോഴേക്കും ബോർഡ് വയ്ക്കുമ്പോഴേക്കും സെൻറ്ററിൽ കൂടി നമ്മളുടെ ഈ സ്ട്രോ കൊടുക്കാനൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യാറില്ല. ഇതിപ്പോൾ സ്പേസർ ആയതുകൊണ്ട് നമുക്ക് എളുപ്പമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ബോർഡ് കൊടുത്തിട്ട് ആ ഒരു ഗ്രാസ് പോലെ ആ ഒരു ഡിസൈൻ ആ ബോർഡിൻ്റെ ചുറ്റും കൊടുത്തു കേട്ടോ. അപ്പോൾ നമുക്ക് രണ്ടുണ്ട് കാര്യം, ആ ഒരു വെയിറ്റ് ബാലൻസും കറക്റ്റ് ആയിരിക്കും. പിന്നെ നമ്മളുടെ ആ ഒരു സ്പേസർ അഴുക്കാകത്തുമില്ല കേട്ടോ. പിന്നെ സ്പേസറിൻ്റെ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് പല അളവിൽ കിട്ടും സ്പേസർ. ഇതിപ്പോൾ ഒരു 5.5 ഇഞ്ച് ഉണ്ട് ഇതിൻ്റെ റൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സൈസിലാണ് ഞാൻ എടുത്തേക്കുന്നത്. എൻ്റെ കയ്യിൽ 2 അളവുണ്ട് കേട്ടോ. ഒരു 8 ഇഞ്ചിൻ്റെ ഉണ്ട്, ഇതുമുണ്ട്, 2 എണ്ണം ഉണ്ട്. 2 ഷേപ്പാണ്. അതൊരു ഹെക്സഗൺ ഷേപ്പാണ്. ഇതിങ്ങനെ റൗണ്ടായിട്ട് ഇരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരു ഡൈനോസറും കാര്യങ്ങളൊക്കെയാണ് വെച്ച് കൊടുക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള പോലെ ഫില്ല് ചെയ്യാം. ഇതിപ്പോൾ ഡൈനോസർ തീം ആയതുകൊണ്ട് അത് ഫില്ല് ചെയ്ത് കൊടുത്തു. അല്ലെങ്കിൽ നമുക്ക് ബോൾസോ ഫ്ലവേഴ്സോ എന്താണെന്ന് വെച്ചാൽ ഫില്ല് ചെയ്ത് സെറ്റാക്കാം കേട്ടോ. നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു 2 ടയർ കേക്ക് വയ്ക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ ഒരു ലുക്കായിരിക്കും ഇതുപോലെ സ്പേസറൊക്കെ വെച്ചിട്ട് ചെയ്യുമ്പോഴേക്കും. അപ്പോൾ പിന്നെ ഒരാൾ ചോദിച്ചത് സ്പേസറിന് റേറ്റ് എടുക്കുമോ എന്നാണ്. നമ്മളൊരു റെൻറ്റ് പോലെ സ്പേസറിന് ഒരു ചാർജ് നമ്മൾ ചെയ്യും കേട്ടോ. കാരണം നമ്മളിപ്പോൾ ഒരു 2 ടയർ കേക്ക് ചെയ്യുന്നതിനേക്കാളും നമുക്ക് കുറച്ചുകൂടെ എഫേർട്ടും ഉണ്ട്. കാരണം നമുക്കിപ്പോൾ ബോർഡ് കുറച്ചധികം, ഇപ്പോൾ ഒരൊറ്റ ബോഡി ചെയ്യുന്ന കാര്യം നമ്മളിപ്പോൾ ടോട്ടൽ 3 ബോർഡ് ഇതിന് വേണ്ടി മാത്രം എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളുടെ സ്പേസർ നമ്മൾ അവർക്ക് റെൻറ്റിന് കൊടുക്കുമല്ലേ. അപ്പോൾ നമ്മൾ ചെറിയൊരു ചാർജ് നമുക്കൊരു 150 or 200 അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സൈഡിലൊക്കെ എത്രയാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ അതൊക്കെയോ എടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ കേക്കിലേക്ക് എല്ലാം വെച്ച് കൊടുക്കുന്നത് ആ ഒരു നമ്മളുടെ ലേസർ പ്രിൻ്റാണ് കേട്ടോ. പിന്നെ ലേസർ പ്രിൻറ്റിനെ പറ്റി ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എവിടെ കിട്ടും, എങ്ങനെ കിട്ടും, എന്താ പറയേണ്ടതെന്നൊക്കെ. ഇത് ലേസർ പ്രിൻ്റാണ്. നമ്മൾ ലേസർ പ്രിൻ്റ് എന്നാണ് പറയേണ്ടത്. ഇത് 220 GSM പേപ്പറിലാണ് ഈ പ്രിൻ്റ് എടുക്കുന്നത്. അതൊന്നും നമ്മൾ നോക്കണ്ട. നമ്മൾ ജസ്റ്റ് ചെന്നിട്ട് ലേസർ പ്രിൻ്റ് ഉണ്ടോ എന്ന് അന്വേഷിക്കുക. ഉണ്ടെങ്കിൽ ക്യാഷ് കൊടുക്കുക. നമ്മളുടെ ആ ഒരു എന്താണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അത്
കുറച്ചുകൂടെ മുന്നേ നമ്മളുടെ ഫോണിൽ തന്നെ എടുത്തിട്ട് അവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അവർ തന്നെ നോക്കി ചാർജ് എടുക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ചാർജ് അവർ വാങ്ങിക്കും. അപ്പോൾ നമ്മൾ നോക്കിയെടുത്തിട്ട് ഫോണിൽ അയച്ചു കൊടുക്കുന്നതാണെങ്കിൽ ജസ്റ്റ് ആ ഒരു പ്രിൻറ്റിൻ്റെ ചാർജും ഒരു നമ്മളുടെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ചാർജൊക്കെ മാത്രമേ വാങ്ങിക്കാൻ വഴിയുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ട് അത് റെഡിയാക്കുക. അപ്പോൾ ഇതാണ് നമ്മളുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് കേട്ടോ. ഒരുപാട് ക്വസ്റ്റ്യൻസ് എനിക്ക് വരുന്നുണ്ട്. ഞാൻ എല്ലാവർക്കും റിപ്ലൈ തരുന്നുണ്ട്. ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. നമുക്ക് തീർത്ത് പോകാം. താങ്ക്